നമസ്കാരം. നമ്മളെ ഒരു ദിവസം എത്ര അളവ് വെള്ളമാണ് കുടിക്കേണ്ടത്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുക ഒരു 8 ഗ്ലാസ്, അല്ലെങ്കിൽ എത്ര കൂടുതൽ കുടിക്കാൻ പറ്റുമോ അത്രയും നല്ലത് എന്നല്ലേ സാധാരണ എല്ലാവരും പറയാറുള്ളത്. എന്നാൽ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായി കുടിക്കുന്നത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, വാട്ടർ ഇൻടോക്സിക്കേഷൻ അഥവാ ജലവിഷബാധ എന്ന അവസ്ഥയെക്കുറിച്ചും ശാസ്ത്രീയമായി നമ്മൾ എങ്ങനെ വെള്ളം കുടിക്കണം എന്നതിനെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എന്താണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ? നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് വെള്ളം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ്റെ വൃക്കകൾക്ക്, കിഡ്നികൾക്ക് ഒരു മണിക്കൂറിൽ പരമാവധി 0.8 മുതൽ 1.0 ലിറ്റർ വരെ വെള്ളം മാത്രമേ പുറന്തള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അമിതമായി ധാരാളം വെള്ളം കുടിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക? നമ്മുടെ കിഡ്നിക്ക് ആ വെള്ളം പുറന്തള്ളാൻ കഴിയാതെ വരികയും രക്തത്തിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി കൂടുകയും ചെയ്യും. ഇത് രക്തത്തിലെ സോഡിയം പോലുള്ള ഇലക്ട്രോലൈറ്റുകളെ നേർപ്പിച്ചു കളയും, ഡൈലൂട്ടാക്കും. ഈ അവസ്ഥയെ ഹൈപ്പോനെട്രീമിയ എന്നാണ് വൈദ്യശാസ്ത്രം വിളിക്കുന്നത്. രക്തത്തിൽ സോഡിയം കുറയുമ്പോൾ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വെള്ളം കോശങ്ങളിലേക്ക് ഇരച്ചു കയറുകയും കോശങ്ങൾ വീർക്കുകയും ചെയ്യും. ഇത് തലച്ചോറിലെ കോശങ്ങളിലാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് പറ്റുക? തലയോട്ടിക്കുള്ളിലെ മർദ്ദം വർദ്ധിക്കുകയും കടുത്ത തലവേദനയും ഛർദിയും ആശയക്കുഴപ്പവും ബോധക്ഷയവും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാൻ ഇത് ഇടയാക്കും. മറ്റൊന്ന്, ഈ വ്യായാമവും വെള്ളം കുടിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതിനെപ്പറ്റിയും പറയേണ്ടതായിട്ടുണ്ട്. ജിമ്മിൽ പോകുന്നവരും കടുത്ത വെയിലത്ത് ജോലി ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ നിർജ്ജലീകരണം പേടിച്ച് അമിതമായി സ്പോർട്സ് ഡ്രിങ്കുകളോ വെള്ളമോ കുടിക്കുന്നതും അപകടം തന്നെയാണ്. 2026 നിലവിലുള്ള മെഡിക്കൽ മാർഗരേഖകൾ പറയുന്നത് നിർജ്ജലീകരണവും അമിത ജലപാനവും ഒരുപോലെ തടയാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗം ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക എന്നതാണ്. അല്ലാതെ വ്യായാമം ചെയ്യുമ്പോൾ കുറയുന്ന ശരീരഭാരത്തിന് പകരമായി കണക്കുകൂട്ടി വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കൺഫ്യൂഷനായി കാണുമല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 2024 ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഡയറ്ററി ഗൈഡ് ലൈൻസ് പ്രകാരം ആരോഗ്യമുള്ളൊരു മുതിർന്ന വ്യക്തി കാലാവസ്ഥയും ശാരീരിക പ്രവർത്തനങ്ങളും അടിസ്ഥാനമാക്കി ശരാശരി 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ ശരീരഭാരത്തിന്റെ ഓരോ കിലോയ്ക്കും 60 മില്ലി ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് നൽകേണ്ടത്. നമ്മൾ കുടിക്കുന്ന വെള്ളം കൃത്യമാണോ എന്ന് സ്വയം പരിശോധിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. പണ്ട് തൊട്ട് പരിശോധിക്കുന്ന ഒരു രീതിയാണിത്. അത് നിങ്ങളുടെ യൂറിൻ്റെ നിറം ശ്രദ്ധിച്ചാൽ മതി. മൂത്രത്തിന് ഇളം മഞ്ഞ നിറമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അത് കൃത്യമായ ഒരു അവസ്ഥയാണ്. കടും മഞ്ഞയോ തവിട്ടോ നിറമാണെങ്കിൽ ശരീരത്തിൽ നിർജ്ജലീകരണമുണ്ടെന്നും ഉടനടി കൂടുതൽ വെള്ളം കുടിക്കണമെന്നും അർത്ഥമാക്കിക്കൊള്ളണം. എന്നാൽ ശ്രദ്ധിക്കുക, മൂത്രത്തിന് നിറമേയില്ല അഥവാ പച്ചവെള്ളം പോലെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ അമിതമായി വെള്ളം കുടിക്കുന്നുണ്ട് എന്നാണ് സൂചന. അങ്ങനെ കണ്ടാൽ ഉടനെ അമിതമായി വെള്ളം കുടിക്കുന്നത് ഒന്ന് നിർത്തിവെച്ചേക്കണം. ചൂടുകാലത്തും വ്യായാമത്തിന് ശേഷവും ക്ഷീണമകറ്റാൻ വില കൂടിയ എനർജി ഡ്രിങ്കുകൾക്ക് പിന്നാലെ പോകുന്നവർ അറിയാനൊരു കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ തനതു പാനീയങ്ങൾ ഇവയേക്കാൾ എത്രയോ മടങ്ങ് മികച്ചതാണെന്നും. അതേതൊക്കെയാണ്? 1. സംഭാരം അഥവാ മോരും വെള്ളം. ചൂടുകാലത്ത് വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന സോഡിയം വേഗത്തിൽ ശരീരത്തിൽ തിരിച്ചെത്തിക്കാൻ ഉപ്പിട്ട സംഭാരം വളരെ നല്ലതാണ്. ഇത് ചേർക്കുന്ന ഇഞ്ചി ദഹനത്തിനും ചെറിയ ഉള്ളി ശരീരത്തിന് കുളിർമ നൽകാനും നമ്മളെ സഹായിക്കും. മറ്റൊന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കരിക്കിൻ വെള്ളമാണ്, ടെൻഡർ കോക്കനട്ട് വാട്ടർ. പ്രകൃതിദത്തമായ സ്പോർട്സ് ഡ്രിങ്കാണിത്. 1 കപ്പ് കരിക്കിൻ വെള്ളത്തിൽ വെറും 45 മുതൽ 60 കലോറി മാത്രമാണ് ഉള്ളത്. എന്നാൽ 470 മില്ലിഗ്രാം പൊട്ടാസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് എനർജി ഡ്രിങ്കുകളെക്കാൾ എത്രയോ മികച്ചതാണെന്നോ. മറ്റൊന്നുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. വയറിളക്കും ഛർദിയും മൂലം ക്ഷീണിക്കുമ്പോൾ ശരീരത്തിന് ജലാംശം നൽകാൻ ലോകാരോഗ്യ സംഘടനയുടെ സാധാരണ ORS ലായനിയേക്കാൾ മികച്ചതാണ് കഞ്ഞിവെള്ളമെന്ന് ചില ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകതയായ കുറഞ്ഞ ഓസ്മോലാലിറ്റി ശരീരത്തിലേക്ക് വേഗത്തിൽ വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ വെള്ളം ജീവനാണ്, പക്ഷേ അത് ശരീരത്തിന്റെ അളവിലധികമായാൽ വിഷമായി മാറും. ഒരു ദിവസം 8 ഗ്ലാസ് നിർബന്ധം എന്ന കണക്കിനേക്കാൾ നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി ദാഹിക്കുമ്പോൾ മാത്രം കൃത്യമായ അളവിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കൊരു പുതിയ അറിവായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് അവരെയും ബോധവൽക്കരിക്കണം. കൂടാതെ കൂടുതൽ ഇൻഫർമേറ്റീവ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.